ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്. എന്താണ് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും തമ്മിലുള്ള വ്യത്യാസം? സബ്ജക്റ്റ് ടെൽസ് us who, what the sentence is about. It can be a noun or pronoun. Noun ആവാം, pronoun ആവാം. A subject is a person, place or thing that we are talking about in the sentence. Okay, subject noun ആവാം, pronoun ആവാം. Predicate tells about the subject in the sentence. It tells us what a subject is or what it does. It gives more information about the subject. It always contains a verb. Verb എന്ന് പറഞ്ഞാൽ പ്രവൃത്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ, അതിനെയാണ് പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. പ്രെഡിക്കേറ്റ് വെർബിലാണ് ഉണ്ടാവുക. ഇറ്റ് കണ്ടെയ്ൻസ് എ വെർബാണ് പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. മറ്റേ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നൗണോ അല്ലെങ്കിൽ പ്രൊനൗണോ ആവാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എ കാറ്റ് ഈസ് സിറ്റിംഗ് അറ്റ് ദ ഡോർ. ഹൗ ഡു യു ഫൈൻഡ് ദ സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് ഓഫ് ദ സെൻറ്റൻസ്? ഫോർ ദ ഫസ്റ്റ്, യു ഹാവ് ടു ഐഡൻറ്റിഫൈ ദ വെർബ് ഇൻ ദ സെൻറ്റൻസ്. വെർബ് ഐഡൻറ്റിഫൈ ചെയ്യണം ആദ്യം. നൗ വാട്ട് ഈസ് എ വെർബ് ഇൻ ദ സെൻറ്റൻസ്? ഇറ്റ് ഈസ് സിറ്റിംഗ്. സിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു വെർബാണ്. അവിടെ ഒരു പ്രവൃത്തി ചെയ്തു എന്ന് ആലോചിച്ചാൽ മതി തൽക്കാലം. നൗ ആസ്ക് എ ക്വസ്റ്റ്യൻ, ഹു ഓർ വാട്ട് ടു ദ വെർബ്. സോ ഇഫ് ഐ ആസ്ക് എ ക്വസ്റ്റ്യൻ, ഹു ഈസ് സിറ്റിംഗ് അറ്റ് ദ ഡോർ ഓർ വാട്ട് ഈസ് സിറ്റിംഗ് അറ്റ് ദ ഡോർ? കാറ്റ് ഈസ് സിറ്റിംഗ് അറ്റ് ദ ഡോർ. കാറ്റല്ലേ, പൂച്ചയല്ലേ അവിടെ ഇരിക്കുന്നത്. അതാണ് what is the answer that I get? It is a cat, not simply a cat. It is because the article here modifies the noun cat. Hence, the entire part that is a cat is the subject of the sentence. And now, how do we find the predicate? ഇനി അടുത്തത് പ്രെഡിക്കേറ്റ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നോക്കുന്നത്. To find the predicate, look for what the subject is doing. Also, what is the subject cat doing here? Cat is sitting at the door. So, sitting at the door is a predicate of the sentence. Cat എന്ന് പറയുന്നത് അവിടെ നൗണാണ്, അല്ലെങ്കിൽ സബ്ജക്റ്റാണ് കാറ്റ് എന്ന് പറയുന്നത്. പ്രെഡിക്കേറ്റ് എന്താണ്? സിറ്റിംഗ് അറ്റ് ദ ഡോർ. സിറ്റിംഗ് ആണ് അവിടുത്തെ വെർബ് എന്ന് പറയുന്നത്. സിറ്റിംഗ് ആണ് അവിടുത്തെ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. തൽക്കാലം അങ്ങനെ ആലോചിക്കുക. ഓക്കെ, ക്ലിയർ? അപ്പോൾ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ക്ലിയർ ആയോ? ഓക്കെ. Note that sitting is the verb. Sitting is the verb is contained in the predicate part of the sentence. അടുത്തൊരു എക്സാമ്പിൾ തരാം. അഖിൽ ആൻഡ് റോഹിത് സ്റ്റഡി ഇൻ ദ സെയിം സ്കൂൾ. ഹിയർ വിച്ച് ഇസ് എ വെർബ്? ഏതാണ് വെർബ്? സ്റ്റഡി. സ്റ്റഡി എന്ന് പറയുന്നത് വെർബാണ്. പഠിക്കുക എന്നുള്ളത് വെർബാണ്. നൗ വി ഹാവ് ആസ്ക്ഡ് ടു ക്വസ്റ്റ്യൻ, ഹു ഓർ വാട്ട് ഇസ് ദ വെർബ് ടു ദ വെർബ്? സോ ഹു സ്റ്റഡി ഇൻ ദ സെയിം സ്കൂൾ? ദ ആൻസർ ഇസ് അഖിൽ ആൻഡ് റോഹിത്. അഖിലും റോഹിത്ത് അവിടുത്തെ നൗണാണ്, സബ്ജക്റ്റാണ്. ഓക്കെ, അഖിൽ ആൻഡ് റോഹിത്താണ് സെയിം സ്കൂളിൽ പഠിക്കുന്നത്. പഠിക്കുക എന്നത് വെർബും അത് അതിനുകൊണ്ട് പ്രെഡിക്കറ്റായി മാറി. അഖിൽ ആൻഡ് റോഹിത്ത് എന്നുള്ളത് നൗണാണ്, അത് സബ്ജക്റ്റായിട്ടും മാറി, സബ്ജക്റ്റുമാണ്. നൗ വാട്ട് ആർ വി ലെഫ്റ്റ് വിത്ത് സ്റ്റഡി ഇൻ ദ സെയിം സ്കൂൾ? ഇറ്റ് ഗിവ്സ് എ ഇൻഫർമേഷൻ അബൌട്ട് ദ സബ്ജക്റ്റ്. സോ സ്റ്റഡി ഇൻ ദ സെയിം സ്കൂൾ ഇസ് എ പ്രെഡിക്കേറ്റ് ഓഫ് ദ സെൻറ്റൻസ്. It gives them information about the subject. Now consider this sentence. She has a cute puppy. അവൾക്ക് ഒരു ക്യൂട്ട് സുന്ദരിയായ പപ്പിക്കുട്ടിയുണ്ട്, നായ്ക്കുട്ടിയുണ്ട്. ഹിയർ ദ വെർബ് ഈസ് ആസ്. ഉണ്ട് എന്നുള്ളതാണ് അവിടെ വെർബ് എന്ന് പറയുന്നത്. ഓക്കെ. നൗ ഇഫ് ഐ ആസ്ക് എ ക്വസ്റ്റ്യൻ, വാട്ട് ആസ് ക്യൂട്ട് പപ്പി ഡു? ഐ ഹാവ് ആൻ ആൻസർ. നോ. If I ask who is a cute puppy, the answer is she is the subject of the sentence. അവിടെ ഷീ എന്ന് പറയുന്നത് സബ്ജക്റ്റാണ്. ഓക്കെ, അവിടെ ഷീ ആണ് നൗൺ എന്ന് പറയുന്നത്, സബ്ജക്റ്റാണ് ഷീ എന്ന് പറയുന്നത്. എ ക്യൂട്ട് പപ്പി ടെൽസ് us the information about the subject. So that is a predicate of the sentence. എ ക്യൂട്ട് പപ്പി എന്നുള്ളത് അവിടെ പ്രെഡിക്കേറ്റ് ആണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണ്. സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് ക്ലിയർ ആയോ? ഒന്നുമില്ല. സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നൗണാണെന്ന് ആലോചിക്കാം, പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് വെർബാണെന്ന് ആലോചിക്കാം. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആയോ? അടുത്ത